ഈ ആവശ്യം ഉന്നയിക്കുന്നവരോട് മിനിമം ഒരു ചോദ്യം. 11 പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം. ആ 11 പേര് മരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് പറയുമോ, ആവശ്യപ്പെടുകയോ ചെയ്യുമോ? വിമാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായതുകൊണ്ടേ ഗതാഗത മന്ത്രി രാജിവെക്കുക? ഇത് ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിലോ ഉണ്ടായൊന്നുമില്ലോ. ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ്. അതിന് കാലകൂട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില ഉപകരണങ്ങളോട് വരാനുള്ളത് മാത്രം ആണ് താമസം വന്നത്, അല്ലെങ്കിൽ നേരത്തെ തീരുമായിരുന്നു. അപ്പൊ കാലകൂട്ടി അതിന് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി എന്നുള്ളതിൽ ക്ലിയർ ആകുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ ആ സംഭവം നിർഭാഗ്യകരവും വേദനാജനകമാണെന്ന് അന്നേരം തന്നെ സൂചിപ്പിച്ചു. അതിന്റെ വിഷമം എല്ലാവർക്കും ഉണ്ട്. അതിന് പരിഹാരവും നമ്മൾ കാണുന്നത്. ഇനിയൊരെണ്ണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾ കേട്ടല്ലോ, എന്താ പറയാനല്ലേ. കർണാടകയിലെ അവിടെ മരിച്ചപ്പോൾ ആ ഒരു മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് അവിടുത്തെ ക്രിക്കറ്റ് അസോസിയേഷനും അതുപോലെ RCB ആണ് കുറ്റപ്പെടുത്തിയത്. അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്ത് യാതൊരു രീതിയിലുള്ള മിസ്റ്റേക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വിമാന ദുരന്തം ഉണ്ടായപ്പോഴും എയർ ഇന്ത്യയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയത്, അല്ലാതെ കേന്ദ്രത്തെ അല്ല. പക്ഷേ ഇവിടത്തെ സ്ഥിതിയോ? ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് ജനങ്ങളെയാണോ കുറ്റപ്പെടുത്തേണ്ടത്? ശരിക്കും മന്ത്രി കർണാടകയുടെ കാര്യവും അല്ലെങ്കിൽ ഈ ഒരു എയർ ഇന്ത്യ വിമാനത്തെ കാര്യത്തെ കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇവിടത്തെ ജനങ്ങളാണ് മന്ത്രിക്ക് വോട്ട് നൽകിയത്, അല്ലേ? നമ്മളാണ് ഇവരൊക്കെ മന്ത്രിയാക്കിയത്. നമ്മുടെ വോട്ട് കൊണ്ട് തന്നെയാണ് ഇവര് മന്ത്രിയായതും. ഇവരുത്തരം പറയേണ്ടത് നമുക്കല്ലേ, അല്ലാതെ കർണാടകയിൽ 11 പേര് മരിച്ചു എന്നുള്ള എക്സാമ്പിളും അല്ലെങ്കിൽ വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ എക്സാമ്പിൾ അല്ല ഇവിടെ പറയേണ്ടത്. ഇപ്പൊ 11 പേര് മരിച്ചാലും ഒരാൾ മരിച്ചാലും ആ ഒരു ജീവൻ വിലപ്പെട്ടത് തന്നെയാണ്. അതോ 11 പേര് മരിക്കുകയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ ഒരാൾ മരിച്ചെന്ന് തന്നെ പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണോ ഇവിടെ മന്ത്രി ഇക്കാര്യം സംസാരിച്ചത്? ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാവുന്നതേ ഉള്ളൂ. അവരവരുടെ വകുപ്പ് അവർ സമയാസമയം തന്നെ അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നു. എങ്കിൽ ഇന്ന് ബിന്ദു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നമ്മളോടൊപ്പം തന്നെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഈ ഒരു ദുരന്തം ഉണ്ടാകത്തില്ലായിരുന്നു. ഈ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ തന്നെ പ്രാഥമികമായിട്ട് വന്ന് മന്ത്രിമാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഓൺലൈൻ മീഡിയാസിന്റെ ചാനൽ വഴി കണ്ടതാണ്. എന്താണ്? ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കെട്ടിടമാണ്, ആളുകളില്ല, അതുകൊണ്ട് ആളഭയമില്ല എന്നാണ് പറഞ്ഞത്. എന്തടിസ്ഥാനത്തിലാണ് ഇവരിത് പറഞ്ഞത്? ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കെട്ടിടത്തിന്റെ അവശിഷ്ടത്തിൽ നിന്ന് ഒരു മൃതദേഹം കിട്ടുന്നത്. അതും എങ്ങനെയാണെന്ന് അറിയാലോ, തന്റെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു കെട്ടിടത്തിനിടയിൽ പിന്നീട് ആ ഒരു തെരച്ചിൽ നടത്തിയത്. തെരച്ചിലിനൊടുവിൽ തന്നെ, അതായത് ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ ഒരു മൃതദേഹം കിട്ടിയത്. ശരിക്കും അവിടെ ഒരു അനാസ്ഥ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ മന്ത്രി എടുത്ത് പറയുന്നുണ്ട് ഇത്തരത്തിൽ ദുരന്തമുണ്ടായവരൊക്കെ രാജിവെക്കണോ എന്നുള്ളതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അവര് കളി മൂത്ത് ഭ്രാന്ത് പിടിച്ച് IPL കാണാൻ പോയ വ്യക്തിയല്ല. അതുപോലെ തന്നെ സുഖചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്ക് പോയ ആളുമല്ല. വെറും കൂട്ടിരിപ്പിന് വന്നതാണ്. ഒരു രോഗിക്ക് കൂട്ടിരിപ്പിന് വന്ന ഒരു വ്യക്തിയാണ്. ഒരു കൂട്ടിരിപ്പായ ഒരു രോഗിക്കാണ് ഈ ഒരു ദുരന്തം ഉണ്ടാവണമെങ്കിൽ ഓൾറെഡി ഇത് ആരുടെ തെറ്റാണ്? ജനങ്ങളുടെ തെറ്റാണോ? ഇനി പറയും കെട്ടിടം പണിത ആ ഒരു മേശിരിയുടെ തെറ്റാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു തീർക്കും. അതാണ് അവസ്ഥ. 9 വർഷത്തോളമായി ഈ ഒരു കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുക്കണോ വേണ്ടിയോ എന്ന് വരെ ആലോചിക്കുന്ന തരത്തിലായിപ്പോയോ നമ്മുടെ ആരോഗ്യമന്ത്രി. ശരിക്കും അവരുടെ അനാസ്ഥ തന്നെയാണ്. ഈ ഹോസ്പിറ്റൽ എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലും ഇവരുടെ അണ്ടറിൽ വരുന്നതാണ്, അല്ലെ? അപ്പം അവർ ഈ ഓരോ ജില്ലയിലെയും ഓരോ ഹോസ്പിറ്റലിലെയും എന്തൊക്കെയാണ് ക്രമക്കേടുകളെ അല്ലെങ്കിൽ അതിന്റെ അപാകതകൾ എന്തൊക്കെയാണെന്ന് അവർ ഈ മന്ത്രി ആയിരിക്കുന്ന അവരറിയണം. അറിഞ്ഞാണ് അവർ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത്. ശരിക്കും ഇവരുടെ ഒരു അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഈ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. ഇടിഞ്ഞു പൊളിഞ്ഞത് മാത്രമല്ല, വന്നിരുന്ന് പറഞ്ഞതാണ് ഇത് ഉപയോഗശൂന്യമായിട്ടുള്ളൊരു കെട്ടിടമാണ്, ഇവിടെ സാധനങ്ങൾ മറ്റും മാത്രമാണ് ഇവിടെ വെക്കുന്നത്. ശരിക്കും അവിടെ തന്നെ അവരുടെ ഒരു അനാസ്ഥയാണ് അവിടെ കാണിക്കുന്നത്, അല്ലേ? അലക്ഷ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രാഥമികമായിട്ട് പോലും ഒരു അല്ലെങ്കിൽ അവിടെ ആളുകൾ പോകുന്നുണ്ടോ, ഉപയോഗമാണ് എന്ന് പോലും തിരക്കാതെയാണ് ഇത്തരത്തിൽ വന്ന് ചാനലിന്റെ മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറഞ്ഞത്. അതോടെ തന്നെ എല്ലാവരും ആ ഒരു തെരച്ചിൽ പിന്നെ അങ്ങനെ കൂടുതൽ ഭാഗത്തേക്ക് പോയില്ല. പക്ഷെ പിന്നീടാണ് അവിടെ ഒരാൾ മരണപ്പെട്ടു, മറ്റു 2 പേർക്ക് പരിക്കേറ്റു എന്നൊക്കെ അറിയുമ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. ആ മരിച്ച ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ഒരു സാധാരണക്കാരിയാണ്. മകൻ എഞ്ചിനീയറിംഗ് പഠിച്ച് ആദ്യത്തെ ശമ്പളം അമ്മയ്ക്ക് ഏൽപ്പിക്കണം എന്നുള്ള ആഗ്രഹം. ആ ഒരു അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവരുടെ ആ ഒരു വീട്ടിലെ അവസ്ഥയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ ആവില്ല. എന്തായാലും ഇതോടെ തന്നെ താൻ പറഞ്ഞത് അബദ്ധമായി എന്നുള്ള കാര്യം മനസ്സിലായതോടെ തന്നെ ആരോഗ്യമന്ത്രിക്ക് പിന്നെ ബോധക്ഷയം വരികയും ആശുപത്രിയിലാവുകയൊക്കെ ചെയ്തു.
ഇതിന് പിന്നാലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയി എന്നുള്ള ഒരു പേരും വന്നു. എന്തിനാണ് ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോയത്? ഇത്രയും ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് എന്ത് ഇവിടത്തെ ആശുപത്രി പറ്റത്തില്ലേ? ഇവിടെ വേറെ ഭരണമാണ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മന്ത്രി നേരെ തിരിച്ചിട്ട് സംസാരിക്കുമായിരുന്നു. അത് അങ്ങനെയാണല്ലോ, ഓപ്പോസിറ്റ് ഭരിക്കുന്നവരെ താഴ്ത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അല്ലാതെ അവർക്ക് ആ മരിച്ച സ്ത്രീക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാനോ അങ്ങനെയൊക്കെ ആണോ എന്ന് വെച്ചാൽ അത് ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു മനസ്താപം ഉണ്ടാവുകയുള്ളൂ. രാഷ്ട്രീയ കളി അങ്ങനെയാണല്ലോ. പിന്നെ ഒരു മരണത്തെ മറ്റൊരു മരണം കൊണ്ട് ന്യായീകരിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, അതും ചിരിച്ചുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് തന്നെ. അതായത് വളരെ സിമ്പിൾ ആണ് ഈ ഒരു മരണം എന്നുള്ള രീതിയിലല്ലേ ഈ ഒരു കാര്യം പോകുന്നത്. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇപ്പൊ വിമാനാപകടം ഉണ്ടായില്ലേ, അതിലും ആളുകളില്ലായിരുന്നു, അത് കുറെ കാലമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറയാത്തത് വലിയ ഭാഗ്യം തന്നെയായിപ്പോയി. ഇവിടെ ആമസോൺ കാടിനെ തീ പിടിച്ചപ്പോൾ സമരം നടത്തിയ ആളുകളാണ് ഈ പറയുന്നത്. പിന്നെ പാലാരിവട്ടം പാലത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇവിടെ മന്ത്രി വീണ ജോർജിനോട് രാജിവെക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. കുസാറ്റിലെ 4 വിദ്യാർത്ഥികൾ തിക്കിലും തിരക്കിലും മരണപ്പെട്ടു. അന്ന് ആ ഒരു ടൈമില് ഈ ഒരു മന്ത്രിയോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തം അങ്ങനെയല്ല. ഇതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആള് തന്നെയാണ്. ഈ ഒരു സ്റ്റേറ്റിന്റെ കീഴിലാണ് ഈ ആശുപത്രികൾ ഉള്ളത്. അപ്പം അതിനെ ന്യായീകരിക്കുന്ന രീതി വളരെ നന്നായിരിക്കുന്നു. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു സ്ത്രീ ഇപ്പോഴും രക്ഷപ്പെട്ടേനെ. ഈ ഒരു രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതും ഈ 2 മന്ത്രിമാർ തന്നെയല്ലേ? അവര് കൊടുത്ത ചാനൽ വഴിയുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് പിന്നീട് മുൻകൈ എടുക്കാത്തത്? അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആദ്യം എത്തുന്നതും ഈ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഇവര് പറഞ്ഞ കാരണം മന്ത്രിയെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ നിന്നത്. പക്ഷെ സ്വന്തം കീഴിലുള്ള ആശുപത്രിയിലുള്ള ഒരു വിവരം പോലും ഇവർക്കില്ല എന്ന് പറഞ്ഞാൽ വളരെ ഒരു വേദനാജനകം തന്നെയാണ്. കാരണം തൊട്ട് നിമിഷങ്ങളിൽ വരെ പറയുന്നുണ്ട് അവിടെ ആളില്ല, ആൾക്കാർ പോകുന്നില്ല, ആളുകൾ ഉപയോഗിക്കുന്നില്ല. എന്നാൽ വാർഡിലുള്ള ആളുകൾ കൂട്ടിരിക്കുന്ന മറ്റ് കൂട്ടിരിപ്പുകാർ പറഞ്ഞത് അവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് അവിടെയാണ്, കുളിക്കാനും മറ്റും പോകുന്നത് അവിടെയാണ്, കുറെ നാൾ കൊണ്ട് അത് അവിടെ. ഇതൊന്നും ഇവർ കാണുന്നില്ലേ? ഇതൊക്കെ കാണാതെയാണ് അത് ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു കെട്ടിടമാണ് എന്ന് പറയുന്നത്. എന്തർത്ഥത്തിലാണ് ഇത് പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പിന്നാലെ വന്നത്. ഇതിന് പിന്നാലെ തന്നെ അവിടുത്തെ സൂപ്രണ്ടന്റായ ജയകുമാർ പറഞ്ഞത് ഞാൻ കൊടുത്ത റിപ്പോർട്ടിന്മേലാണ് മന്ത്രി അങ്ങനെ പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും സ്വയം കുറ്റം തലയിൽ ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. ഈ അപകടങ്ങൾ ഉണ്ടാകുന്നൊന്നും നമുക്കൊന്ന് മുൻകൂട്ടി പറയാൻ പറ്റുന്നില്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇത്തരത്തിലുള്ള അപകടമാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു വിമാന ദുരന്തം തന്നെ നമുക്കറിയാലോ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം തന്നെയായിരുന്നു. ടേക്ക് ഓഫിനിടയിലാണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഭയങ്കരമായിട്ട് അതിശയമായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഈ ഒരു അപകടം ഇപ്പം ഇവിടെ നടന്നിരിക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ അവരുടെ വകുപ്പ് അവർ നന്നായിട്ട് കാലേക്കൂട്ടി കൈകാര്യം ചെയ്യാത്തതിന്റെ ഒരു കുഴപ്പം തന്നെയാണ്. കാരണം ഈ ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ ശരി, അവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ അത് പൊളിഞ്ഞ് അത് ശരിയാക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ അവർ ബ്ലോക്ക് ചെയ്തില്ല? അങ്ങോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം, കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ കൂട്ടിരിപ്പുകാർ പറഞ്ഞത് അവർക്ക് ടോയ്ലറ്റും അതൊക്കെ യൂസ് ചെയ്യാനും കുളിക്കാനും മറ്റും ഇവിടെയാണ് അവർക്ക് അനുവാദം കൊടുത്തിരുന്നതെന്ന് പറയാൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് അതിന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇതത്രത്തിൽ അവര് സമ്മതിച്ചു എന്നാണ് ഒരു ചോദ്യം. അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം സാധാരണ നമ്മുടെ വീട്ടിലെ ഒരു കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു മുറിയിൽ എന്തെങ്കിലും ഒരു വിള്ളലോ അല്ലെങ്കിൽ പുറത്ത് തന്നെ നോക്കിയ എന്തെങ്കിലും ഒരു പെരിച്ചാഴി എന്തെങ്കിലും ഒന്ന് തോണ്ടിയിട്ടാൽ മതി, നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഉള്ള പ്രിക്കോഷൻസ് നടത്തുമല്ലേ? കാരണം അത് നമ്മുടെ വീടിന് അപകടമാണ്. ഇപ്പം ബേസ്മെന്റിൽ തന്നെ തുറക്കുന്ന ഒരു രീതിയിൽ എത്തുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സെമന്റ് ഇട്ട് അടക്കി അല്ലെങ്കിൽ കൂടുതൽ അത് സേഫ് ആക്കി വെക്കാനേ നോക്കത്തുള്ളൂ. പക്ഷെ അത് നമ്മുടെ വീട്. അതുപോലെ തന്നെ വേണം ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും കാണേണ്ടത്. അവരവരുടെ വകുപ്പ് അവരുടേതാണ് എന്നുള്ള രീതിയിൽ അവർ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകില്ല. അത് എന്തായാലും മന്ത്രി വീണ ജോർജ് ഈ ഒരു മരിച്ച ബിന്ദുവിന്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം പോവുകയുണ്ടായി. അവരവിടെ പോയിട്ട് കുറേയേറെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ വാഗ്ദാനങ്ങൾ കൊടുത്താലും ശരി, ഒരു ജീവന്റെ വിലയോളം ഉണ്ടാവത്തില്ല ഇത്തരം വാഗ്ദാനങ്ങൾക്കും ഒന്നും. എന്തായാലും അവർക്ക് കിട്ടേണ്ട സഹായം അവര് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കിട്ടട്ടെ.
ഇനി ആ ഒരു കുടുംബത്തിലെ അത്താണി എന്ന് പറയുന്ന ആരാണ്? ആ ഒരു മകൻ മാത്രമാണ്. ആ മകൻ ഒരു സ്ഥിര ജോലിയൊക്കെ അവർ റെഡിയാക്കാം എന്ന് പറയുന്നു, അതിന്റെ യോഗമൊക്കെ കൂടുന്നു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. എന്തായാലും ശരി, ഈ ഒരു അവസ്ഥ ഇനി മേലാൽ ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരു സംഭവം, ഈ ഒരു ദുരന്തം ഒഴിവാക്കാൻ പറ്റുന്നത് തന്നെയായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കാതെ അതിനുള്ള നടപടികളൊന്നും കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ദുരന്തം ഇപ്പോൾ സംഭവിച്ചത്.